السلام عليكم ورحمة الله وبركاته والحمد لله العربية بين يديك എന്ന ടെക്സ്റ്റ് ബുക്കിലെ അൽ ഉസ്റ എന്ന വഹ്ദയിലെ 2 ഹിവാറുകൾ നാം പഠിച്ചു കഴിഞ്ഞു. ഓരോ പാഠങ്ങളും നന്നായി മനസ്സിലാക്കാനും അത് വേണ്ട പോലെ ഗ്രഹിക്കാനുമുള്ള കഴിവ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നാം പഠിക്കുന്നത് ഈ വാഹിദയിലെ അവസാനത്തെ സംഭാഷണമാണ്. അൽ ഹിവാറു സാലിസ്, മൂന്നാമത്തെ സംഭാഷണം. ഇവിടെ സംഭാഷകർ ഉമ്മയും അബ് ഉപ്പയുമാണ്. അൽ ഉമ്മു അൽ വാലിദ, ഉമ്മ വാലിദത്ത് ഉമ്മ പര്യായം പദമാണ്. വാലിദ് പിതാവ്, അബ് പിതാവ്. ഇവിടെ ഉമ്മ പറയാ ഹാദാ അദാനുൽ ഫജ്ർ, ഇതാ സുബ്ഹ് ബാങ്ക് കേൾക്കുന്നു. അൽ അബു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അൽ അബ് ഐനൽ ഔലാദ്, സുബ്ഹ് ബാങ്ക് കേട്ടപ്പോ കുട്ടികൾ എവിടെയാണെന്ന് ഇപ്പൊ ചോദിക്കുക. ഐനൽ ഔലാദ്, എവിടെ കുട്ടികളെല്ലാം? അൽ ഉമ്മ പറഞ്ഞു സയ്യിദ് ഫിൽ ഹമ്മാമി യതവല്ലഉ, സയ്യിദ് ബാത്റൂമിൽ വുളു ചെയ്യുന്നു. അൽ അബു ചോദിച്ചു ഐന സഈദ, സഈദ എവിടെ? അപ്പൊ ഉമ്മ പറഞ്ഞു സഈദുൻ ഫിൽ ഗുർഫ യഖറഉൽ ഖുർആൻ, സഈദ റൂമിൽ ഖുർആൻ പാരായണം ചെയ്യുന്നു. അബ് വഐന സഈദ, സഈദ എവിടെ? അൽ ഉമ്മ സഈദ ഫിൽ മുസല്ല തുസല്ലി, സഈദ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. അൽ അബ് ചോദിച്ചു ഐനൽ മിഅ്തഫു യാ സഈദ്, സഈദ് എന്റെ മിഅ്തഫ് കോട്ട് എവിടെ? സഈദ് പറഞ്ഞു ഹദാ ഹുവൽ മിഅ്തഫു യാ വാലിദി, ഇതാ ഉപ്പ അങ്ങയുടെ കോട്ട്. അൽ അബ് വഐന നവാറത്തു യാ സഈദ്, സഈദ് എന്റെ കണ്ണട എവിടെ? സഈദ് ഹാദിഹി ഹിയ നവാറത്തു യാ വാലിദി, എന്റെ ഉപ്പ ഇതാ നിങ്ങളുടെ കണ്ണട. അൽ അബ് ഹയ്യാ ബിനാ ഇലൽ മസ്ജിദ്, ഉപ്പ എല്ലാവരെയും വിളിക്കുക. ഹയ്യാ ബിനാ ഇലൽ മസ്ജിദ്, സഈദിനെയും സഈദിനെയൊക്കെ വിളിക്കുക. വരൂ സഈദെ വരൂ പള്ളിയിലേക്ക് പോകാം. ഹയ്യാ ബിനാ ഇലൽ മസ്ജിദ്. അപ്പൊ സഈദും പറയും ഹയ്യാ ബിനാ, വരൂ പോകാം. അദാനുൽ ഫജ്ർ സുബ്ഹ് ബാങ്ക്, അദാനുൽ ളുഹ്ർ ബാങ്ക്, അദാനുൽ അസ്ർ ബാങ്ക്, അദാനുൽ മഗ്രിബ് ബാങ്ക്, അദാനുൽ ഇശാ ബാങ്ക്. കണ്ടില്ലേ? ഇവിടെ നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് എവിടെ, ഐന എവിടെ, വഐന സഈദ്. അപ്പോ സഈദ് എവിടെ? ഗുർഫ റൂം, യഖറഉ ഖറഅ ഓതി, യഖറഉ ഓതും വായിക്കും, അൽ ഖുർആന ഖുർആൻ. സഈദ ഫിൽ മുസല്ല തുസല്ലി, മുസല്ലയിൽ നിസ്കരിക്കുന്നിടത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസല്ലയിൽ. മിഅ്തഫ് കോട്ട്, നവാറ കണ്ണട. ഹയ്യ എന്നുള്ള പ്രയോഗം നമ്മൾ കേൾക്കില്ല. ഹയ്യ അല സ്വലാഹ്, നിസ്കാരത്തിലേക്ക് വരൂ. ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അല സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ. ഹയ്യ വരൂ. ആ പ്രയോഗങ്ങളും നാം ഈ പാഠത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ വായനയും നാം പ്രത്യേകം ഈ പാഠങ്ങളിലെല്ലാം ശ്രദ്ധിക്കണം. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഉച്ചാരണവും മറ്റും ശരിയാവാൻ ഉറക്കെ വായിച്ച് അത് മനസ്സിലാക്കുക എന്നതാണ് നാം ഈ പാഠത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി ഈ പാഠങ്ങളിലുള്ള ഇതിന്റെ പരിശീലന രൂപങ്ങളാണ്, ഭാഗങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ആ ഭാഗങ്ങളിലേക്ക്
അടുത്ത ദിവസം നമുക്ക് വരാം. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.